السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിതത്തിൽ ഉടനീളം അവൻ്റെ മുത്തഖികളായ അടിമകളായിരിക്കണമെന്ന് ആദ്യമായി എന്നെയും പിന്നീട് നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുകയാണ്. മുത്തഖികളായ അടിമകളായിരിക്കുന്നതിന് വേണ്ടി അല്ലാഹു പ്രത്യേകമായി നിശ്ചയിച്ചിരിക്കുന്ന റമളാൻ മാസത്തിലാണ് നാം ഏതാനും ആഴ്ചകളിലായി ഉള്ളത്. അതിൻ്റെ അവസാനത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസാന നിമിഷങ്ങളിൽ, ഈ അവസാന ദിനരാത്രങ്ങളിൽ വളരെ ശ്രദ്ധയോടെ, ഗൗരവത്തോടെ ഈ റമളാനിനെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നവരിൽ നാം ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഉണർത്തുകയാണ്. നാം ചെയ്യുന്ന ഇത്തരം പ്രത്യേകമായ ട്രെയിനിങ്ങുകൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശുദ്ധിയുള്ളതും വൃത്തികേടുകളിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടിയുള്ളതും അതുപോലെ തന്നെ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതും ആയ ഇത്തരം കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ ഇല്ലയോ, അവയുടെ യഥാർത്ഥ ലക്ഷ്യം നാം സ്വായത്തമാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക അവ പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളിലാണ്. ഒരു പരീക്ഷണവും ഇല്ലാതിരിക്കുമ്പോൾ എത്ര കണ്ട് നാം ഇതിനൊക്കെ പറ്റിയവരാണ്, ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഉള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. പക്ഷേ പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഓരോരുത്തരുടെയും ഉള്ള് പുറത്തേക്ക് വരിക. ഇങ്ങനെയുള്ള ഒരു പരീക്ഷണം തന്നുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. നമ്മയൊക്കെ പേടിപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന, ലോകത്തെ തന്നെ മുൾമുനയിൽ നിർത്തിയ വലിയ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നാം ഈ നോമ്പെടുക്കുന്നത്. റമളാനിൽ യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമിന് പുത്തരിയൊന്നുമല്ല. ഇസ്ലാമിക ചരിത്രത്തിലെ എണ്ണം പറഞ്ഞ യുദ്ധങ്ങളൊക്കെ നടന്നിരിക്കുന്നത് റമളാനിലാണ്. ബദർ യുദ്ധം നടന്നിരിക്കുന്നത് റമളാനിലാണ്. ഫതഹ് മക്ക വിജയം നടന്നിരിക്കുന്നത് റമളാനിലാണ്. ആധുനിക ചരിത്രത്തിൽ ഹിത്തീൻ യുദ്ധവും ഐൻ ജാലൂത്ത് യുദ്ധവും സലാഹുദ്ദീൻ അയ്യൂബി മിസ്ർ മോചിപ്പിച്ച യുദ്ധവും ഒക്കെ നടന്നത് റമളാനിലാണ്. അപ്പോൾ യുദ്ധം അല്ലെങ്കിൽ പരീക്ഷണം എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിന് ഒരു പുത്തരിയൊന്നുമല്ല. പക്ഷേ അതിലെ വ്യക്തികൾ ഈ റമളാൻ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അത് നേടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളിൽ ഒന്നാണത്. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മുടെ ഒക്കെ മാനസികമായ അവസ്ഥ എന്താണ്, നമ്മുടെ നിലപാട് എന്താണ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സത്യത്തിൻ്റെ കൂടെ നിലനിൽക്കുക, തനിക്ക് ദോഷമാണെങ്കിൽ പോലും, തനിക്ക് അപകടമുണ്ടാക്കുന്നതാണെങ്കിൽ പോലും സത്യത്തിൻ്റെ കൂടെ നിലനിൽക്കുക എന്നതാണ് അതിൽ ഒന്നാമതായുള്ള കാര്യം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ പട്ടിണി കിടക്കാനാണോ? അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നതിന് വേണ്ടിയാണോ? വേറെ വല്ല പ്രയാസങ്ങളും അനുഭവിക്കുന്നതിന് വേണ്ടിയാണോ? ഇതൊന്നും അള്ളാഹുവിനൊരാവശ്യവുമില്ല. ലഅല്ലക്കും തത്തഖൂൻ,
നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കുന്നതിന് വേണ്ടിയാണ്. ആ സൂക്ഷ്മത എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളിലും നമ്മുടെ ആലോചനകളിലും നമ്മുടെ നിലപാടുകളിലും നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ കർമ്മങ്ങളിലും ഒക്കെ ഉണ്ടാവേണ്ടതാണ്. ഇവിടെ നാം പരീക്ഷിക്കപ്പെടുമ്പോൾ ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളും ആവശ്യങ്ങളും അള്ളാഹു നമ്മോട് മുന്നോട്ട് വെച്ച ഈ കണ്ടീഷനുകളും തമ്മിൽ ചേർന്നു പോകുന്നുണ്ടോ ഒത്തുപോകുന്നുണ്ടോ എന്ന് നാം നോക്കണം. യുദ്ധം നടക്കുമ്പോൾ ഒരുപാട് വാർത്തകൾ പ്രചരിച്ചു കൊണ്ടിരിക്കും. വാർത്തകൾ നമുക്കിഷ്ടമുള്ള നമുക്ക് താല്പര്യമുള്ള പല വാർത്തകളുമുണ്ട്. നാം കേൾക്കാൻ കൊതിച്ചു കൊണ്ടിരിക്കുന്ന പല വാർത്തകളുമുണ്ട്. ഇന്ന് വാർത്തകൾ പടച്ചുണ്ടാക്കാൻ യാതൊരു പഞ്ഞവുമില്ല. ഇന്ന് വാർത്തകൾ പടച്ചുണ്ടാക്കാൻ യാതൊരു പഞ്ഞവുമില്ല. AI ടൂളുകൾ ഉപയോഗിച്ച് ഏത് രൂപത്തിലുള്ള വാർത്തകളും യുദ്ധവും ഡാൻസും ഒക്കെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ ശരിയേത് പതിരേത് കള്ളമേത് വ്യാജമേത് എന്ന് തിരിച്ചറിയാതെ കണ്ട് അത് പരിശോധിക്കാതെ കണ്ട് നമുക്കിഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും കാണാൻ താല്പര്യമുള്ളതും താല്പര്യമില്ലാത്തതും ഇതാദ്യം പ്രചരിപ്പിക്കുന്നവൻ ഞാനാവണം, സ്കൂപ്പ് എന്നിൽ നിന്നാവണം എന്ന് വിചാരിച്ചു കൊണ്ടുമൊക്കെ നെല്ലും പതിരും വേർതിരിക്കാതെ ഇതൊക്കെ കിട്ടിയതും കേട്ടതും എല്ലാം കൈകാര്യം ചെയ്യുന്ന, അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ഫോർവേഡ് ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? ഒരു ഇസ്ലാമിക വ്യക്തിത്വത്തിന് ചേർന്നതല്ലത്. ഒരു ഇസ്ലാമിക വ്യക്തിത്വത്തിന് ചേർന്നതല്ലത്. പരിശുദ്ധ ഖുർആൻ തന്നെ അത്തരം സ്വഭാവങ്ങളെ, അത്തരം അയഞ്ഞ ശീലങ്ങളെ, സമൂഹത്തിൽ പലപ്പോഴും ദോഷകരമായ പ്രതികരണങ്ങളുണ്ടാക്കുന്ന, പ്രതിഫലനങ്ങളുണ്ടാക്കുന്ന അത്തരം സ്വഭാവങ്ങളെ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. വളരെ ഗൗരവത്തോടു കൂടിയാണ് പരിശുദ്ധ ഖുർആൻ അതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സൂറത്തുൻ നിസാഇൽ യുദ്ധസംബന്ധമായ കാര്യങ്ങൾ പറയുന്നിടത്ത് അള്ളാഹു പറയുകയാണ്, വഇദാ ജാഅഹും അംറും മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബിഹി, പേടിപ്പെടുത്തുന്നതോ അതല്ലെങ്കിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടതോ ആയ എന്തെങ്കിലും ഒരു വാർത്ത അവർക്ക് കിട്ടിയാൽ അദാഉ ബിഹി, കേട്ട പാതി കേൾക്കാത്ത പാതി അതവർ പ്രചരിപ്പിക്കുകയായി. മുനാഫിക്കുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അതവർ പ്രചരിപ്പിക്കുകയായി. വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. എന്നാൽ ഇങ്ങനെ വാർത്തകൾ കിട്ടുമ്പോൾ അതിൻ്റെ ശരിതെറ്റുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടി അവർ അത് അള്ളാഹുവിൻ്റെ ദൂതനിലേക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അത് കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ അധികൃതരിലേക്കും അതവർ മടക്കിയിരുന്നു എങ്കിൽ ആ വാർത്തയുടെ ശരിയായ ഉറവിടങ്ങൾ, ആ വാർത്തയുടെ ശരിതെറ്റുകൾ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നു. ലയസ്തംബിതൂനഹു മിൻഹും, അതിൻ്റെ ശരിതെറ്റുകൾ കടഞ്ഞെടുത്ത് പുറത്തു കൊണ്ടുവരുവാൻ ഈ പറഞ്ഞ ആളുകൾക്ക്, സമൂഹത്തിൽ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഉത്തരവാദപ്പെട്ട ഭരണാധികാരികൾക്കും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും അത് ഏൽപ്പിക്കപ്പെട്ട ആളുകൾക്കും സാധിക്കുമായിരുന്നു. അതുവഴി ഒരു സമൂഹം തന്നെ വഴിതെറ്റിപ്പോകാതെ, തെറ്റായ വാർത്തകളിലേക്ക് നീങ്ങിപ്പോകാതെ നോക്കാൻ സാധിക്കുമായിരുന്നു. നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭീഷണി, ഇസ്രായേലിൽ നിന്നും ജൂതന്മാരിൽ നിന്നും സയണിസ്റ്റുകളിൽ നിന്നും അതുപോലെ തന്നെ കുരിശു യുദ്ധക്കാരിൽ നിന്നുമൊക്കെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭീഷണികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണികളിൽ നിന്ന് ഏതാണ്? തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കെതിരിൽ നിരോധിത ആയുധങ്ങൾ ഇറാൻ പ്രയോഗിക്കുന്നു, ഞങ്ങളെ അങ്ങനെ ചെയ്യുന്നു, ഞങ്ങളെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതൊക്കെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? യഥാർത്ഥത്തിൽ ലോകത്ത് ഇതെല്ലാം ചെയ്ത് കാണിച്ചു കൊടുത്തത് ആരാണ്? ഈ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ 160ഓളം പെൺകുട്ടികളെ ബലി കൊടുത്തുകൊണ്ട് തങ്ങളുടെ അന്ധവിശ്വാസങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള യുദ്ധമാക്കിയത് ആരാണ്? ലോകത്ത് എല്ലാ നിരോധിതമായ കാര്യങ്ങളും, എല്ലാ നിഷിദ്ധമായ കാര്യങ്ങളും, യുദ്ധമാവട്ടെ, സമാധാനമാവട്ടെ, വാർത്താ ലോകത്താവട്ടെ, സാമ്പത്തിക ലോകത്താവട്ടെ, സമൂഹത്തിലാവട്ടെ, വിശ്വാസത്തിലാവട്ടെ, ആദർശത്തിലാവട്ടെ, ധാർമ്മികതയിലാവട്ടെ, വേണ്ടാത്തതെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? എന്നിട്ട് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അവസാനം മുസ്ലിങ്ങൾ അങ്ങനെയാണ്, മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പണ്ടേ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലം മുതൽക്ക് അവർ തുടങ്ങിയതാണ്. ഉസ്മാനിയ ഖിലാഫത്ത് യൂറോപ്പിനൊരു സംസ്കാരം നൽകുകയുണ്ടായി. ഇതിൽ അസൂയ പൂണ്ട ചർച്ചും ആളുകളും അവർ ചെയ്തതെന്താണ്? ഇസ്ലാം പിന്തിരിപ്പൻ മതമാണ്,
ഇസ്ലാം യുദ്ധത്തിൻ്റെ മതമാണ്, ഇസ്ലാം സംസ്കാരമില്ലായ്മയുടെ മതമാണ്, ഇസ്ലാം അന്ധകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. അവർ അതിനുവേണ്ടി എന്തെല്ലാം പണികളാണ് എടുത്തത്? ചരിത്രങ്ങൾ അവർ മാറ്റിമറിച്ചു, ഗ്രന്ഥങ്ങൾ അവർ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ അവർ രചിച്ചു. അതവർ എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ച് അവർ പ്രചരിപ്പിച്ചു. അവരിറക്കുന്ന എല്ലാ സിനിമകളും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ ഒരു വലിയ യുദ്ധം നൂറ്റാണ്ടുകളായി ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം ട്രാപ്പുകളിൽ നമ്മൾ വീണു പോകാൻ പാടില്ല. നമ്മളും അതേ സ്വഭാവത്തിൻ്റെ ആളുകളാവാൻ പാടില്ല. വാർത്തകൾ വന്നാൽ അത് പ്രചരിപ്പിച്ചോളണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഇന്നത്തെ സാധാരണ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ചൊല്ലുണ്ട്, ഇന്നത്തെ വിലപിടിപ്പുള്ള ഒരു വാർത്ത നാളെ ഫ്രീ ആയിരിക്കും. ഇന്നത്തെ വിലപിടിപ്പുള്ള ഒരു വാർത്ത നാളെ ഫ്രീ ആയിരിക്കും. അത് ഇന്ന് ഞാൻ പറഞ്ഞാലും വേറെ ആര് പറഞ്ഞാലും എന്നെ ആരും അതുകൊണ്ട് എന്നെ അതുകൊണ്ട് ആരും തന്നെ എന്തെങ്കിലും ഷാള് അണിയിക്കാനൊന്നും പോകുന്നില്ല. അള്ളാഹു എന്നെ ആദരിക്കാനും പോകുന്നില്ല. നാളെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ രീതി, യഥാർത്ഥ വാർത്ത, അങ്ങനെ എത്ര വാർത്തകൾ നമ്മുടെ നാട്ടിൽ നടന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പല കലാപങ്ങളുടെയും പിന്നിൽ, പല കൊലപാതകങ്ങളുടെയും പിന്നിൽ, പല വർഗീയ കലാപങ്ങളുടെയും പിന്നിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ വാർത്തകൾ അതിൻ്റെ പിറ്റേന്ന് ആഴ്ചകൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്ന് നോക്കിയപ്പോൾ എന്തായിരുന്നു സത്യമെന്ന് നാം തിരിച്ചറിഞ്ഞു. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ ട്രാപ്പിൽ പെട്ടുകൊണ്ട് നാം സത്യം തിരിച്ചറിഞ്ഞു വരുമ്പോഴേക്കിനും എന്തായിട്ടുണ്ടാവും? നടക്കേണ്ടുന്ന എല്ലാ അപകടങ്ങളും ദൂഷ്യങ്ങളും ദോഷങ്ങളും തകരാറുകളും നഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. കേട്ട പാതി കേൾക്കാത്ത പാതി ഇതിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ദൂഷ്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. യഥാർത്ഥ സോഴ്സിൽ നിന്ന്, അധികൃതരുമായി ബന്ധപ്പെട്ട സോഴ്സിൽ നിന്ന് വാർത്തകൾ വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലത്തബഅതുമുശ് ശൈത്താന ഇല്ലാ ഖലീല. അല്ലാഹുവിൻ്റെ അങ്ങേയറ്റത്തെ അപാരമായ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പിശാചിനെ ഒരുപാട് പിൻപറ്റി പോകുമായിരുന്നു. അഥവാ ഇതൊക്കെ പൈശാചിക വൃത്തിയാണ് എന്നാണ് അർത്ഥം. നമ്മുടെ നാട്ടിൽ പല ചാനലുകൾക്കും പിടിച്ചു നിൽക്കാൻ വാർത്തകൾ കിട്ടിക്കൊണ്ടേയിരിക്കണം. യുദ്ധം തുടങ്ങി. അങ്ങനെ യുദ്ധം ഇപ്പോൾ സാധാരണ പണ്ട് കാലത്ത് അറബ് നാടിൽ നടന്ന യുദ്ധം പോലെയാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. രാവിലെ മുതൽ ഉച്ച വരെ യുദ്ധം നടക്കും. പിന്നെ രണ്ട് കൂട്ടരും ഇന്റർവെൽ പ്രഖ്യാപിക്കും. പിന്നെ ഒന്ന് പോയി കിടന്നുറങ്ങി വിശ്രമിച്ച് അങ്ങനെ ക്ഷീണമൊക്കെ മാറ്റി രണ്ടാമത് പിന്നെയും വരും യുദ്ധത്തിന്. അങ്ങനെ വീണ്ടും രണ്ട് കൂട്ടരും തമ്മിൽ പരസ്പരം പ്രഖ്യാപിച്ച് യുദ്ധം നടക്കും. അങ്ങനെ ഇരുട്ടാകുമ്പോൾ വീണ്ടും യുദ്ധം നിർത്തിവെക്കും. ഇങ്ങനെയായിരുന്നു പണ്ട് യുദ്ധം നടന്നിരുന്നത്. മര്യാദയുള്ള യുദ്ധമായിരുന്നു. യുദ്ധത്തിൽ പോലും അല്പം സാംസ്കാരികതയൊക്കെ ധാർമ്മികതയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന യുദ്ധം അങ്ങനെയാണ് നടക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഗ്യാപ്പുകൾ ചാനലുകൾക്ക് തീരെ സ്വീകാര്യമല്ല. അവർക്ക് 24 hours ഇങ്ങനെ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് അവരും വാർത്ത പടച്ചുണ്ടാക്കുകയാണ്. നിങ്ങളെന്താ യുദ്ധം ചെയ്യാത്തതെന്ന് അവർ ചോദിക്കുന്നത്. കാരണം എന്താ? വാർത്ത കിട്ടണം. ഇത് കേൾക്കാൻ പോകുന്ന നമ്മളല്ലാതെ മറ്റാരാ വിഡ്ഢികൾ? അപ്പോൾ അതുകൊണ്ട് എല്ലാറ്റിനും വാർത്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. എല്ലാ വാർത്തയും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. എല്ലാ വാർത്തയും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കണം. ഇതൊന്നും വിചാരിക്കണ്ട. ഇതൊന്നും കേൾക്കാൻ പോകാത്ത, ഇതൊന്നും അറിയാൻ പോകാത്ത, എത്ര പൊട്ടി, എത്ര കിട്ടി, എത്ര വാങ്ങി, എത്ര കൊടുത്തു, ഇതൊന്നും ചിന്തിക്കാത്ത എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. യുദ്ധത്തിന് അതുകൊണ്ട് വല്ലതും സംഭവിച്ചോ? അവർക്ക് വല്ലതും സംഭവിച്ചോ? അപ്പം എല്ലാം ഞാൻ അറിഞ്ഞോളണം, എല്ലാം ഞാൻ കേട്ടുകൊള്ളണം, എല്ലാം ഞാൻ മനസ്സിലാക്കിക്കൊള്ളണം എന്നൊന്നും വിചാരിക്കേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഖത്തീബ് അവർകൾ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായി തന്നെയുള്ള നിലപാടുകൾ ഉണ്ടായിരിക്കുക. ഇത് നമുക്കറിയാമല്ലോ. യാ അയ്യുഹല്ലദീന ആമനു അത്വീഉല്ലാഹ വഅത്വീഉർ റസൂല വഉലിൽ അംരി മിൻകും. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദൂതരെയും നിങ്ങളുടെ ഭരണകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞതിൻ്റെയും കൂടി ഭാഗമാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെയും കൂടി ഭാഗമാണ്. ഇസ്ലാം ഒരു സംഗതി നമ്മോട് മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, ഒരു കാര്യം പറയാതെ വിട്ടിട്ടില്ല എന്ന് ഖത്തീബ് അവർകൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും അത് നേരത്തെ ആയത്തിൽ പറഞ്ഞ പോലെ അമ്നിൻ്റെയോ ഹൗഫിൻ്റെയോ ഭയത്തിൻ്റെയോ സമാധാനത്തിൻ്റെയോ
എന്ത് കാര്യങ്ങൾ വന്നാലും ആവട്ടെ അതിലൊക്കെ ഇസ്ലാമികമായ നിലപാട് ഉണ്ടാവുക. അത് നമ്മൾ പരീക്ഷിക്കപ്പെടും. അങ്ങനെ നിലപാട് ഞാൻ എടുക്കുന്നുണ്ടോ നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കപ്പെടും. ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് നോമ്പ് എന്ന് പറയുന്നത്. ആ നോമ്പ് കാലത്ത് തന്നെ നമ്മളതിൽ തോറ്റുപോയാലോ പിന്നെന്തിനാ പറ്റുക? നമ്മുടെ നാട്ടിലെ ചില മന്ത്രിമാർ പറഞ്ഞ പോലെ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ മതി, എൻ്റെ പുരയിലേക്ക് എന്തിനാ നിങ്ങൾ നോക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനൊരു ജീവിതം ഇസ്ലാമിലില്ലല്ലോ. ഇസ്ലാമിൽ ജീവിതം എന്ന് പറഞ്ഞാൽ അകവും പുറവും ഒക്കെ ഒരുപോലെയാണ്. അത് ഭരണകൂടത്തിലായാലും പള്ളിയിലായാലും അങ്ങാടിയിലായാലും സ്കൂളിലായാലും ഒക്കെ ഒരുപോലെയാണ്. അല്ല എങ്കിൽ അവന് ഇതിന് പറ്റുകയില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഈ റമദാനിൻ്റെ അവസാന ദിനരാത്രങ്ങളിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഒന്നാണിത്. റമദാൻ നമ്മെ വിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസാന ദിനരാത്രങ്ങളിലാണ് നാം ഉള്ളത്. ഈ അവസാന ദിനരാത്രങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്ർ വെച്ചിരിക്കുന്നത്. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും അങ്ങേയറ്റത്തെ വിശ്വാസത്തോടും ഉറച്ച വിശ്വാസത്തോടും ഉറച്ച പ്രതിഫലേച്ഛയോടും കൂടി ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ നിന്ന് നമസ്കരിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിനോട് ചോദിച്ചാൽ, അത് അവൻ്റെ ആ ചോദ്യവും നമസ്കാരവും പ്രാർത്ഥനയും ഒക്കെ ലൈലത്തുൽ ഖദ്റുമായി ചേർന്ന് വന്നാൽ അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുപ്പിക്കപ്പെടും. റമദാനിൽ മുഴുവനും നോമ്പ് നോറ്റാൽ അങ്ങനെ സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നിന്ന് നമസ്കരിക്കുന്നതിനും നോമ്പെടുക്കുന്നതിനുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലില്ലാഹി ഉതഖാ ഫീ റമദാൻ. റമദാനിൽ മാത്രമായി അള്ളാഹു നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. ഒരു വിഭാഗം ആളുകളെ അള്ളാഹു റമദാനിൽ മാത്രം നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതെപ്പോഴാ? വദാലിക ഫീ കുല്ലി ലൈല. ഓരോ രാത്രിയിലും, റമദാൻ 1 മുതൽ റമദാൻ അവസാനിക്കുന്നത് വരെ ഓരോ രാത്രിയിലും അള്ളാഹു ബാച്ചായി ആളുകളെ നരകത്തിൽ നിന്ന് ഇങ്ങനെ മോചിപ്പിച്ചു കൊണ്ടിരിക്കും. ആ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ ഏതാനും ബാക്കിയുള്ള അവസാന നിമിഷങ്ങളിലാണ് നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഓർമ്മ വേണം. അതുകൊണ്ട് ലോകത്തെന്തെങ്കിലുമൊക്കെ നടന്നോട്ടെ, അറിയേണ്ട കാര്യങ്ങൾ നാം അറിയേണ്ടതെന്നല്ല പറഞ്ഞത്. പക്ഷേ എനിക്കിപ്പോൾ പ്രധാനമുള്ളത് ഇതാണ്: അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും മർഹമത്തും എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്, നരകമോചനം എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്, സ്വർഗപ്രവേശനം എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്, ഞാൻ നഷ്ടപ്പെട്ടവരിലായി പോകരുത്. വലാ യഹ്റുമുഹാ ഇല്ലൽ മഹ്റൂം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്റിന്റെയും അതുപോലെ തന്നെ റമദാനിന്റെയും പുണ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നവനാണ് എല്ലാം നഷ്ടപ്പെട്ടവൻ. വലാ യഹ്റുമുഹാ ഇല്ലൽ മഹ്റൂം. അങ്ങേയറ്റത്തെ ദൗർഭാഗ്യവാനല്ലാതെ അത് നഷ്ടപ്പെടുകയില്ല. അതിൽ പെട്ടുപോകാതിരിക്കണം, അതാണ് എൻ്റെ ചുമതല എന്ന ബോധത്തോടു കൂടിയായിരിക്കണം ഈ ദിനരാത്രങ്ങൾ. അള്ളാഹുവിൻ്റെ കാരുണ്യം അവിടെയും കൊണ്ട് അവസാനിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് അവസാനിക്കുമ്പോൾ, നോമ്പ് തീരുമ്പോൾ, നോമ്പിൽ നിന്ന് നാം പുറത്തേക്ക് കടക്കുമ്പോൾ, നോമ്പിൽ നമുക്ക് വല്ല വീഴ്ചകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, തകരാറുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വീണ്ടും അള്ളാഹു സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആ സംവിധാനത്തിൻ്റെ പേരാണ് സകാത്തുൽ ഫിത്ർ അഥവാ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. തുഹ്റത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സകാത്തുൽ ഫിത്റിനെ നിശ്ചയിക്കുകയുണ്ടായി. തുഹ്റത്തൻ ലിസ്സായിം മിനൽ ലഗ്വി വറഫത്ത്. നോമ്പുകാരന് നോമ്പിൽ അവന് സംഭവിച്ചു പോകുന്ന തകരാറുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്നുമൊക്കെ അവൻ്റെ മോചനമായിക്കൊണ്ട് സകാത്തുൽ ഫിത്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിക്കുകയുണ്ടായി. തുഹ്റത്തൻ ലിസ്സായിം, തുഹ്റത്തൻ ലിൽ മസാക്കീൻ, പാവപ്പെട്ടവർക്ക് അവർക്കുള്ള, തുഅമത്തൻ ലിൽ മസാക്കീൻ, പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണമായിക്കൊണ്ട്, ആഘോഷമായിക്കൊണ്ട്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക, നമുക്കിടയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ടവരായ ആളുകളുണ്ടെങ്കിൽ, നമ്മുടെ മുമ്പിൽ കൈനീട്ടി വരുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൈനീട്ടാതിരിക്കുന്നവരുണ്ടെങ്കിൽ, അവരെ കണ്ടെത്തിക്കൊണ്ട് എൻ്റെ നോമ്പ് എനിക്ക് പൂർണ്ണമാവണം, എല്ലാ തകരാറുകളിൽ നിന്നും, ദൂഷ്യങ്ങളിൽ നിന്നും, എല്ലാ കുറവുകളിൽ നിന്നും അത് പരിപൂർണമായി മുക്തമായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എനിക്ക് സാധിക്കണം. അതിന് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന മഹത്തായ അനുഗ്രഹമാണ് സകാത്തുൽ ഫിത്ർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സകാത്തുൽ ഫിത്ർ അത് കൊടുക്കണം. അത് നിയമപരമായി നാം കൊടുക്കേണ്ടത് പെരുന്നാൾ മാസം കാണുമ്പോഴാണ്. പക്ഷേ അത്
പെരുന്നാൾ മാസം കാണുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വിതരണത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി 1-2 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അത് പണം നിങ്ങൾക്ക് നൽകാവുന്നതാണ്. റമളാൻ 1 മുതൽ കൊടുത്തു തുടങ്ങാമെന്ന് ഇമാം ഷാഫിഈയെ പോലുള്ള റഹ്മഹുല്ലാഹിനെ പോലുള്ള ആളുകൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. ഖത്തറിൽ ഒരാൾക്ക് നിശ്ചയിച്ചിരിക്കുന്നത് 15 റിയാലാണ്. അപ്പോൾ അയാളുടെയും അയാളുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങൾ അയാൾ ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥരുണ്ടോ അത്രയും ആളുകളുടെ ഗുണിതം കണക്കാക്കി അയാൾ 15 റിയാൽ തോതിൽ സക്കാത്തുൽ ഫിത്ർ നൽകണം. ഇവിടെ അത് സംഭരിക്കാനുള്ള സ്വീകരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് വേണ്ടപ്പെട്ട അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമളാൻ നമുക്ക് വേണ്ടി നാളെ ഹുജ്ജത്ത് പറയുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി ഷഫാഅത്ത് പറയുന്ന ഒരു റമളാനാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. നമുക്കെതിരിൽ ഹുജ്ജത്ത് പറയുന്ന ഷഫാഅത്ത് പറയുന്ന ഒരു റമളാനാക്കി അള്ളാഹു നമ്മെ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പും നാം ചെയ്ത സൽക്കർമ്മങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ നമസ്കാരവും നമ്മുടെ പരിശുദ്ധ ഖുർആൻ പാരായണവും നമ്മുടെ ദാനധർമ്മങ്ങളും നമ്മുടെ വിട്ടുവീഴ്ചകളും എല്ലാം തന്നെ ഈ റമളാനിൻ്റെ മഹ്ലായ ഫള് കൊണ്ട് നാളെ നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഷഫാഅത്ത് പറയുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നു പോകുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഇസ്ലാമിക സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു എത്രയും വേഗം നമുക്ക് മുക്തി നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ജീവിക്കുന്ന ഈ ഇസ്ലാമിക നാട്, നമ്മുടെ ചുറ്റുമുള്ള ഇസ്ലാമിക നാടുകൾ, നമ്മുടെ വീടുകൾ, മുസ്ലിം വീടകങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും സുരക്ഷിതത്വവും നിറഞ്ഞതാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ശത്രുക്കളിൽ നിന്നും, എല്ലാ ഭീഷണികളിൽ നിന്നും, എല്ലാ അപകടങ്ങളിൽ നിന്ന് നമ്മെ എവരെയും, നമ്മുടെ നാടിനെയും, നാം ജീവിക്കുന്ന നാടുകളെയും, ഇസ്ലാം നാടുകളെയും വീടുകളെയും അള്ളാഹു സുരക്ഷിതമാക്കുകയും സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين والكافرين. اللهم دمر أعداءك أعداءنا وأعداء الدين. اللهم دمر اليهود والأمريكان. اللهم دمر الصهاينة والصليبيين. اللهم أرنا فيهم أياما نحسات مثل يوم عاد وثمود إنهم لا يعجزونك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين وسلام على المرسلين والسلام عليكم ورحمة الله وبركاته.